ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പദവി ഉപയോഗപ്പെടുത്തി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആ വിഷയം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആയതുകൊണ്ട് കേവലം ആരോപണമല്ല, അതിനടിസ്ഥാനപരമായ തെളിവുകൾ സഹിതം നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചത്. അതിനുവേണ്ടി പരിശ്രമിച്ചത് അതിനെ നിഷേധിച്ച സ്പീക്കറുടെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അതിലെനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂളിംഗ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ബലമായി അത് പറയാനോ പ്രസംഗിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇനി ഈ വിഷയം ഇതിൻ്റെ എല്ലാ ആധികാരികമായ രേഖകളോടുമൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ചൊരു മാർഗമുള്ളൂ. പാർട്ടിയുടെ അനുമതിയോടുകൂടി ഇനി ഇത് ജനങ്ങളിലേക്ക് ഇത് ഞങ്ങളെ വായടച്ച് കെട്ടാമെന്നോ മൂടി കെട്ടാമെന്നോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്താമെന്നോ സർക്കാരും മുഖ്യമന്ത്രിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. പൂർവാധികം ശക്തിയായി ഇതിൻ്റെ മുഴുവൻ ആധികാരിക രേഖകളോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇനി ഈ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും.